നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ധനകാര്യ വകുപ്പ് മന്ത്രിയും കൊട്ടാരക്കര MLA-യുമായ KN ബാലഗോപാൽ കൊട്ടാരക്കര ചന്തമുക്കിൽ സന്ദർശനം നടത്തി. നിർമ്മാണം നടക്കുന്ന കൊട്ടാരക്കര മുനിസിപ്പൽ ടൗൺ സ്ക്വയർ ഓപ്പൺ ഓഡിറ്റോറിയം, R ബാലകൃഷ്ണപിള്ള സാംസ്കാരിക നിലയം എന്നിവയുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ടൗണിന് നടുക്കായി ഒരു പൊതു ഇടം ഒരുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ. എല്ലാവർക്കും പരിപാടികൾ അവതരിപ്പിക്കാനുള്ള പൊതു ഓഡിറ്റോറിയം, പൊതു ജിം, പബ്ലിക് ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഈ മുനിസിപ്പൽ ടൗൺ സ്ക്വയറിൽ ഉണ്ടാകും. ഇവയുടെ നിർമ്മാണത്തിനായി 2.63 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര ടൗണിന്റെ ഹൃദയഭാഗമാണ് നമ്മുടെ ചന്തമുക്കിലെ ഈ മൈതാനം. ബാലകൃഷ്ണ സാറിന്റെ പേരിലുള്ള ഒരു സ്മാരക, ഒരു പൊതുവായിട്ടുള്ള ഹാളും സൗകര്യം എല്ലാം അവിടെ വരും. സാംസ്കാരിക നിലയമാണത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. സാംസ്കാരിക നിലയം നമ്മൾ നേരത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതാണ്. അത് പറഞ്ഞ സമയത്ത് ഇപ്പം നിർമ്മാണം തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ആയി. ബാക്കി നമുക്ക് സമയത്ത് അത് പൂർത്തീകരിക്കാൻ പറ്റും. അതിന് ഈ മൈതാനത്തിൻ്റെ മുഴുവനുള്ള സ്ഥലവും പൊതുവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. അതായത് 15 അടി ഹൈറ്റിലാണ് അവിടെ വരിക. അപ്പോൾ അതുകൊണ്ട് അവിടെ താഴെയും ഇപ്പുറത്ത് നിന്നിട്ട് ആളുകൾക്കെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ കൊട്ടാരക്കര ടൗൺ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് മുനിസിപ്പൽ ടൗൺ സ്ക്വയർ എന്നാണ് ഇവിടെ നമ്മുടെ പേര് ഉദ്ദേശിക്കുന്നത്. ഈ ടൗൺ സ്ക്വയറിൽ അതും ഏകദേശം ഒരു 70-80 ലക്ഷം രൂപ ചിലവ് വരുന്നൊരു പദ്ധതിയാണ്. ആൾക്ക് സ്ഥിരമായി പരിപാടികൾ നടത്താൻ പറ്റുന്ന വേദി, ആൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ. ഇവിടെ ബാലകൃഷ്ണ സാറിൻ്റെ ഒരു നേരത്തെ ഒരു പ്രതിമയുടെ കാര്യവും പറഞ്ഞല്ലോ. പ്രതിമ ഈ ഭാഗത്ത് വരും. ഇതൊരു നല്ല പാർക്കും പൊതുയോഗങ്ങൾക്കൊക്കെ പറ്റുന്ന സ്ഥലവും ഒരു പൊതുവിടമാണ്. ആൾക്ക് വന്ന ഒരു പബ്ലിക് സ്പേസ് ടൗണിന് നടക്കുന്നുണ്ടാവും. അതിൻ്റെ നിർമ്മാണവും അതിവേഗം നടക്കുകയാണ്. അതിൻ്റെ രണ്ടും ടെൻഡർ കഴിഞ്ഞിട്ട് വർക്കെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ പണിയുടെ സ്പീഡ്, ഈ മഴയൊക്കെ വന്നേക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അതൊക്കെ നോക്കണമല്ലോ. ഈ മൈതാനത്തിനകത്ത് തന്നെ ഒരു പൊതു ജിമ്മ് വരും, പബ്ലിക് ജിമ്മ് വരും, ഓപ്പൺ ജിമ്മ് വരും, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. ഈ ടൗണിലുള്ള ധാരാളം ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് അങ്ങേറ്റത്ത് മാറി ടോയ്ലറ്റ് ഫെസിലിറ്റി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു നല്ല സ്ഥലമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്.